ചെമ്മനീർ പോലെ നാളത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. സച്ചിയും രേവതിയും കൂടി രേവതിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അവർ നല്ല രീതിയിൽ അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഷർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഷർട്ട് ശരത്ത് വാങ്ങിക്കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ഭയങ്കര ദേഷ്യം വന്നിട്ട് അവിടെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഷർട്ടൊക്കെ അവിടെ ഊരിയിട്ടിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കടയിൽ കയറിയിട്ട് വേറൊരു ഷർട്ടൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ വേറെ ഷർട്ട് ഇട്ട് വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഇവനെന്താ വേറെ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. അച്ഛമ്മയും രവിയേട്ടനൊക്കെ അതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവരതൊക്കെ അങ്ങ് വിടുന്നുണ്ട് കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഇങ്ങനെ ഇരുന്ന് കുശുകുശുക്കുകയാണ്, എന്തോ അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തായാലും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശ്രുതി വന്ന് രേവതി എടുത്ത് ഇതിനെ പറ്റിയിട്ട് ചോദിക്കാൻ കേട്ടോ, നീ പോയ പോലുള്ള സന്തോഷമൊന്നും തിരിച്ചു വന്നപ്പോൾ ഇല്ലല്ലോ, എന്താ അവിടെ പ്രശ്നം നടന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല ശ്രുതി എന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും പിന്നെയും ശ്രുതി ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നിട്ട്, നീ എന്തിനാ അതൊക്കെ അറിയുന്നത്, അത് എൻ്റെ വീട്ടിലെ കാര്യമല്ലേ, അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, നീ അതിലൊന്നും ഇടപെടണ്ടെന്ന് പറയാണ് കേട്ടോ. ഇപ്പം നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ രേവതി, ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് മുന്നേ ചോദിച്ചത്, സച്ചി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കയറി ഇടപെടുമ്പോൾ ഇനി മേലിൽ ഇടപെടരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അന്നേരം നീ സച്ചിയുടെ കൂട്ടുപിടിച്ചല്ലേ സംസാരിച്ചത്, ഇപ്പം നിനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിന്റെ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ അല്ലേ, ഇനി മേലിൽ ഞങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ ഇടപെടാൻ വരരുത്, എൻ്റെ കാര്യങ്ങളൊന്നും നിന്റെ വീട്ടിൽ പോയിട്ട് പറയാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആൻ്റണിയാണ്. ആൻ്റണി ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരത്തും കൂട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ഇന്ന് രേവതിയുടെയും സച്ചിയുടെയും വിവാഹ വാർഷികമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, നീ പോകുന്നില്ലേ? ഏയ് ഞാൻ പോകുന്നില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ സച്ചിയേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കും, എന്നെ അയാൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, എനിക്ക് ആൻ്റണി ചേട്ടൻ തന്നെയാണ് വലുതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ആൻ്റണി ഇങ്ങനെ എരിവിരിയേറ്റ് കൊടുക്കുന്നുണ്ട്, ഇല്ല നീ പോകണം, നീ പോയിട്ട് നിൻ്റെ ചേച്ചിക്ക് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കണം, എന്നാലേ ആ വീട്ടിൽ അമ്മായിയമ്മയുടെ മുന്നിൽ നിൻ്റെ ചേച്ചിക്ക് വില ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിന് കുറേ കാശൊക്കെ കൊടുത്തിട്ട് വിടുന്നുണ്ട് കേട്ടോ. അപ്പം കൂടെയുള്ളവർ ആൻ്റണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, സച്ചി രേവതിയൊക്കെ ആൻ്റണി ചേട്ടൻ്റെ ശത്രുക്കളല്ലേ, എടാ ആ വീട്ടിൽ ഇന്ന് പ്രശ്നം ഉണ്ടാവണം, അവരുടെ വിവാഹ വാർഷിക ദിനം ഇന്ന് കൊളമാവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവനെ പൈസയും കൊടുത്ത് പറഞ്ഞു വിട്ടതെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് വരാനിരിക്കുന്നത്.